ഹലോ ഫ്രണ്ട്സ്, ഞാൻ വാണ്ടർ ഫൈവിൻ്റെ ആദ്യ യാത്രയായ തഞ്ചാവൂർ യാത്രയിലെ രണ്ടാമത്തെ സ്പോട്ടായ തഞ്ചാവൂർ പാലസ് അഥവാ മറാഠ പാലസ് എന്നറിയപ്പെടുന്ന കൊട്ടാരത്തിലേക്ക് നമ്മൾ വന്നത്. അതിൻ്റെ മതിലുകളും ആദ്യ കവാടമാണ് ഈ കാണുന്നത്. പിന്നെ ബൃഹദേശ്വര ടെമ്പിളിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, 1-1.5 കിലോമീറ്റർ തോന്നുന്നു. ഞങ്ങളെന്തായാലും അവിടെ നടന്നിട്ടാണ് വന്നത്, ഉച്ചഭക്ഷണം അവിടെ നിന്ന് കഴിച്ചിട്ട്. ഓട്ടവും കിട്ടും, ഓട്ടോ വിളിച്ച് വന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിന് ടിക്കറ്റ് ചാർജ് വരുന്നത് 50 രൂപയാണ്. നമുക്കായി ടിക്കറ്റ് എടുക്കുന്നത് വാണ്ടർ ഫൈവിലെ ഞങ്ങളെല്ലാവരും അച്ചു എന്ന് വിളിക്കുന്നത് അമലാണ്. ഇവിടെ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഗേറ്റും കവാടമാണ് ഈ കാണുന്നത്. പിന്നെ പറയാനുള്ളത്, വണ്ടർ ഫൈവിലിൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടും ഫോണിലെടുത്തതായതുകൊണ്ടും അത്ര ക്ലാരിറ്റിക്കോ സൗണ്ടിനോ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു വരില്ല. വരും വീഡിയോകൾ ക്ലാരിറ്റിയോടെയും വൃത്തിയോടെയും ഞങ്ങൾ ഇറക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടാവും. ഇപ്പോൾ തൽക്കാലം ശ്രമിക്കുക, നമ്മൾ അടുത്ത വീഡിയോയിൽ ശരിയാക്കുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ കൊട്ടാരം ഇത്ര ചരിത്രമുള്ളൊരു കൊട്ടാരമായിട്ടും അതിനെ വേണ്ട രീതിയിൽ കൊണ്ടു നടക്കുന്നില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു വൃത്തിക്കായാലും പെയിൻറ്റ് പോയതും എല്ലാം ഉണ്ട്. പിന്നെ കൊട്ടാരത്തിൽ പ്രവേശിച്ചതിന് ശേഷം ആദ്യം പോയത് ഇവിടേക്കാണ്. ഇതിനുള്ളിലും നമുക്ക് അത്യാവശ്യം കാണാനായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഹാളുകളും പിന്നെ പഴയ ചരിത്രം സൂക്ഷിപ്പായിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് വസ്തുക്കളുമൊക്കെ. ഇത് കാണുന്നത് അതിൻ്റെ പഴയ കാലത്തെ ദൈവങ്ങളുടെ കൊത്തുശില്പങ്ങളൊക്കെയാണ്. വളരെ പഴക്കമേറിയ കൊട്ടാരത്തിലുണ്ടായിരുന്നതും തഞ്ചാവൂരിലെ പല ഭാഗത്തു നിന്നും ശേഖരിച്ചുമായ 9ാം സെഞ്ചുറിയിലും 10ാം സെഞ്ചുറിയിലൊക്കെ അത്രയും പഴക്കമുള്ള കുറച്ച് ശില്പങ്ങളാണ്. പിന്നെ പിന്നീടെത്തുന്ന തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹാളാണ്. വളരെ മനോഹരമായ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള മറാഠ ഡിസൈനിലുള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ ഹാളാണ്. ഇവിടെയും ഒരുപാട് ആൻറ്റിക്കായിട്ടുള്ള പഴക്കം, ഒരു 9th സെഞ്ചുറി 10th സെഞ്ചുറിത്തൊക്കെ ഒരുപാട് ശില്പങ്ങളുണ്ട്. പിന്നെ അന്ന് ഉപയോഗിച്ച് വന്ന കോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലുള്ള കൊട്ടാരങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ പരമാവധി മനസ്സിലാക്കിയിട്ട് വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ആഠ്യത്വം, പഴയ കാലം എങ്ങനെ ജീവിച്ചിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ കേട്ടറിഞ്ഞ ചരിത്രം എന്ന് പറഞ്ഞാൽ, പണ്ട് നായക്കന്മാരാണ് ആദ്യം ഇവിടെ ചെറിയ കൊട്ടാരം പണിതതെന്നും, അതായത് നായക്കന്മാരുടെ ഭരണകാലത്ത്. പിന്നീട് 1600 കാലഘട്ടത്തിൽ മറാഠക്കാർ വരികയും അവർ പിടിച്ചിറക്കി അവരുടേതായ രീതിയിലും കൊട്ടാരം ഒന്നുകൂടി വലുതാക്കി മൂടി വൃത്തിയാക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ മുകളിൽ കുറച്ച് 2ാം നിലയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലൊരു വലിയൊരു നീൽത്തിമിംഗലത്തിൻ്റെ വലിയൊരു ഫോസിൽ നമുക്ക് കാണാം. അതൊരു അത്ഭുതമാണ്. നമ്മൾ നേരിട്ടൊന്നും കണ്ടിട്ടുമില്ല. പിന്നെ എത്ര കണ്ട് വലിപ്പമുണ്ടെന്ന് നമുക്കത് ഇപ്പോൾ നേരിട്ട് കാണുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. ഈ നടന്നു പോകുന്നതാണ് വാണ്ടർ ഫൈവിലെ മറ്റൊരു അംഗമായ സുബീഷ്, ഒരു ബോഡി ബിൽഡർ കൂടിയാണ്. പിന്നീട് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണിത്. ഒരു ഹൈറ്റിൽ ക്ലോക്ക് ടവർ പോലെ ഒരു പണ്ടത്തെ ആയുധപ്പുരയോ അങ്ങനെന്തോ ആണ്. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. പിന്നീട് നമ്മൾ പോയത് ദർബാർ ഹാളിലേക്കാണ്. അതിൽ ഒരുപാട് കാണാനുണ്ട്. അവിടെ നിന്ന് പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത് ക്ലോസ്ഡ് ആയിരുന്നു. അതുകൂടാതെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ ഒരുപാട് 5 രൂപ കൊടുത്ത് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ പഴയ ഉപകരണങ്ങളും അവരുടെ ഈ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ക്യാമറ നമുക്ക് കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് ഒരുപാട് സ്ഥലം മിസ്സായിട്ടുണ്ട്. ഓരോ സ്ഥലത്തും 5 രൂപ കൊടുത്ത് കയറാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതെല്ലാം മിസ് ചെയ്യാണ്ട് പോവുക. പിന്നെ ഈ കയറി പോകുന്ന വഴി എവിടേക്കാണെന്നുള്ളത് പ്രത്യേകിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ഒന്നായിരിക്കും. കാരണം അതിനുള്ളിൽ അധികം ആരും പറയാത്ത ഒരു സംഭവമുണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രം ഒരുപാടുണ്ട്. നായക്കന്മാരും മറാഠക്കാരും ബ്രിട്ടീഷുകാരും എന്നിവരൊക്കെ വന്നു പോയതിൻ്റെയും ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് നമ്മുടെ അഭിലാഷ് ചേട്ടൻ പറയും. തഞ്ചാവൂര് പെരിയ കോവിലല്ലാണ്ട് പിന്നെ ഇപ്പൊ എന്താ? തഞ്ചാവൂര് പെരിയ കോവിലല്ലാതെ നമുക്ക് കാണാൻ പറ്റിയ 2 സ്ഥലങ്ങൾ ഏറ്റവും അടുത്തുണ്ട്. ഒന്ന് നമ്മുടെ തഞ്ചാവൂര് മ്യൂസിയം പോണ വഴി, പിന്നെ നമ്മുടെ പാലസ് തഞ്ചാവൂർ മ്യൂസിയം നമ്മുടെ തഞ്ചാവൂർ അമ്പലത്തിന്റെ ഒരു 500 മീറ്റർ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പാലസ് ഒരു കിലോമീറ്റർ കുറച്ച് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. പാലസ് ആണ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകത ഇറങ്ങിയിട്ടുള്ളത്. 2-ന് 50 രൂപയാണ് ടിക്കറ്റ് ഉള്ളത്. 50 രൂപ ടിക്കറ്റ്. പാലസിനകത്ത് നമുക്ക് ഓഡിയോ വിഷ്വൽ ലൈബ്രറി ഉണ്ട്. തഞ്ചാവൂർ ജില്ലക്കകത്ത് എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നത്. തിയേറ്റർ ഉണ്ട്, അതൊരു 1/2 മണിക്കൂർ വിഷ്വൽ ലൈബ്രറി ഉണ്ട് അത്. പിന്നെ 50 രൂപയാണ് നമുക്ക് പാലസിനകത്ത് കയറുന്ന ടിക്കറ്റ്. ദർബാർ ഹാളിനകത്ത് പഴയ 11ാം നൂറ്റാണ്ടിലെ 10ാം നൂറ്റാണ്ടിന്റെ കൊത്തുപണികൾ, മഹാവിഷ്ണുവിന്റെ ദേവിയുടെ
വിഷ്ണുവിന്റെ മറ്റ് പല അവതാരങ്ങളുടെ ഒക്കെ കൊത്തുപണികൾ ചേർത്ത ശില്പങ്ങൾ, അന്നത്തെ കോയിനുകൾ, ബ്രിട്ടീഷ് ഡച്ച് ഇവരുടെയൊക്കെ കോയിനുകൾ, പിന്നെ ദർബാർ ഹോൾ ഉണ്ടാക്കി നമ്മുടെ പാലസ് ഉണ്ടാക്കിയിട്ടുള്ളത് മറാത്താസിന്റെയും ചോള രാജാക്കന്മാരുടെ രണ്ടുപേരുടെയും കൾച്ചർ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. അത്രയും വലിയ പ്രത്യേകത ഉള്ള രാജരാജ ചോളൻ രണ്ടാമനാണ് ഈ പാലസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നാമനാണ് ടെമ്പിൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്തെ പ്രത്യേകത. അപ്പോൾ ഇത് കാണാം. പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള 2 ഡാമുണ്ട് ചോള രാജാക്കന്മാർ നിർമ്മിച്ച. ആ ഡാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ധാരാസുരം ഐരാവതേശ്വര ടെമ്പിൾ കുറച്ച് 50 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വിവിധമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ നമുക്കിവിടെ ട്രഡീഷണൽ കൾച്ചേഴ്സ്, വീണ മേക്കിങ്ങിന്റെ ഷോപ്പുകളുണ്ട്. നമ്മുടെ തഞ്ചാവൂർ ഡോൾ ഉണ്ടാക്കുന്ന ബാലാജി ആർട്സ് ഉണ്ട്, ഫേമസ് ബാലാജി ആർട്സ് ഉണ്ട്. ഇതെല്ലാം തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ തഞ്ചാവൂർ വരുന്ന ആളുകൾ തഞ്ചാവൂർ ടെമ്പിൾ മാത്രം സന്ദർശിച്ചു പോകാതെ ഈ 1 കിലോമീറ്റർ ചുറ്റുവട്ടത്തുള്ള ബാക്കിയുള്ള ഈ പറഞ്ഞ സ്ഥലങ്ങളോടൊന്ന് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ യാത്ര വളരെ ഭംഗിയായിരിക്കും എന്ന് പറയാം.